ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, സ്കൂളിൽ നിങ്ങളോടൊപ്പം ക്രൈസ്തവരല്ലാത്ത സഹപാഠികൾ പഠിക്കുന്നുണ്ടല്ലോ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ. ചിലപ്പോൾ നിങ്ങൾ വിവിധ മതങ്ങളെക്കുറിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവാം. ജൈനമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും സിഖ് മതത്തെക്കുറിച്ചും ഒക്കെ. ഇവയൊക്കെ കൂടാതെ ലോകത്തിൽ വേറെയും പല മതവിഭാഗങ്ങളുണ്ട്. ഇന്ന് നമുക്ക് സഭയും ലോകമതങ്ങളും എന്ന 9-ാം അധ്യായം ഒന്ന് വിശകലനം ചെയ്യാം. അധ്യായത്തിന്റെ ആരംഭത്തിൽ സത്യാന്വേഷിയായ മനുഷ്യനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന മനുഷ്യൻ എന്നും ഒരു സത്യാന്വേഷിയായിരുന്നു. സത്യാന്വേഷണം അവനെ ഈശ്വര ചിന്തയിലേക്ക് നയിക്കുന്നു. അതായത് സത്യാന്വേഷി എപ്പോഴും ഒരു ഈശ്വര അന്വേഷിയായിരിക്കും. ഈ ഈശ്വര അന്വേഷണത്തിൽ നിന്നാണ് മതങ്ങളുടെ ഉത്ഭവം. ആരംഭത്തിൽ മതങ്ങൾക്കൊന്നും ഇന്നത്തേത് പോലെയുള്ള വ്യവസ്ഥാപിതമോ നേതവമായ രൂപഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവാന്വേഷണത്തിന്റെ ആദ്യ രൂപങ്ങളാണ് പ്രപഞ്ച ശക്തികളുടെ ആരാധന. നിങ്ങൾക്കറിയാം, പലരും കാറ്റിനെയും ഇടിയെയും പോലെയുള്ള ശക്തികളെയൊക്കെ ആരാധിച്ചിരുന്നു. അതേപോലെ കുലദേവ ആരാധന, മന്ത്രവാദം, പിതൃപൂജ എന്നിവയൊക്കെ അത്തരം ആരാധനാ രൂപങ്ങളായിരുന്നു. ബഹുദൈവ വിശ്വാസത്തിലൂടെ വളർന്ന് ഏകദൈവ വിശ്വാസത്തിൽ എത്തിച്ചേർന്ന സമൂഹങ്ങളുമുണ്ട്. ഇനി നമുക്ക് മതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. മതങ്ങളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ വാദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് പരിണാമവാദം. പ്രകൃതി പ്രതിഭാസങ്ങളെയും ചരാചരങ്ങളെയും തന്നെയും കുറിച്ചുള്ള അവബോധത്തിന്റെ പരിണാമത്തിനനുസരിച്ച് ദൈവവിശ്വാസം ഉടലെടുത്തു എന്നുള്ളതാണ് പരിണാമവാദത്തിൽ പറയപ്പെടുന്നത്. 2, മനഃശാസ്ത്രപരമായ സമീപനമാണ്. എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നാശമുണ്ടാകുമെന്ന മിഥ്യാബോധത്തിൽ നിന്ന് ദൈവവിശ്വാസം ഉത്ഭവിച്ചു എന്നാണ് മനഃശാസ്ത്ര സമീപനത്തിൽ പറയുന്നത്. 3, സാമൂഹ്യ ശാസ്ത്ര സമീപനമാണ്. ഒരുവന്റെ വ്യക്തിപരമായ ആവശ്യത്തേക്കാൾ അവന്റെ പരസ്പരമുള്ള മാനുഷിക ബന്ധത്തിൽ നിന്ന് മതം ഉടലെടുത്തു എന്നതാണ് സാമൂഹ്യ ശാസ്ത്ര സമീപനം. 4, ആത്മീയ ശാസ്ത്ര സമീപനം. മതങ്ങളുടെ ഉത്ഭവം ഈശ്വരാന്വേഷണത്തിൽ നിന്ന് തന്നെയാണ്. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആദ്യശക്തിയെ, തന്റെ ഉള്ളിലുള്ള ആത്മീയതയുടെ ഉറവിടത്തെ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം മതങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി എന്നതാണ് ആത്മീയ ശാസ്ത്ര സമീപനം. അങ്ങനെ മനുഷ്യന്റെ സത്യാന്വേഷണം ദൈവത്തിലേക്കും ദൈവാന്വേഷണം അവനെ മതങ്ങളിലേക്കും നയിച്ചു. മനുഷ്യനെയും അവന്റെ ചരിത്രത്തെയും ആഴത്തിൽ സ്വാധീനിച്ച ഒന്നാണ് മതചിന്ത. ഇനി ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മതം എന്ന വാക്കിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. മനുഷ്യനെ കുഴയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഉത്ഭവം, ജീവിതത്തിന്റെ അർത്ഥം, നന്മതിന്മകൾ, മരണം, വിധി എന്നീ അടിസ്ഥാന ചോദ്യങ്ങളെ സംബന്ധിച്ചവയാണവ. ഇത്തരം അടിസ്ഥാന ചോദ്യങ്ങളെ സംബന്ധിച്ച് ഒരുവന്റെ അഭിപ്രായമാണ് അവന്റെ മതവിശ്വാസം. റിലീജിയൻ എന്നാണ് മതത്തിന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത്. ഈ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ബന്ധം, ബന്ധിപ്പിക്കുക എന്നൊക്കെയാണ്. ഇതിൽ നിന്നായിരിക്കാം ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമായി മതത്തെ ചിത്രീകരിക്കുന്നത്. പ്രധാനപ്പെട്ട മതങ്ങൾ ഇനി പറയുന്നവയാണ്. 1, ഷിൻഡോയിസം. BC 8-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ രൂപം കൊണ്ട മതമാണ് ഷിൻഡോയിസം. ദൈവം അഥവാ അരൂപി എന്ന അർത്ഥമുള്ള ഷിൻ എന്ന വാക്കും മാർഗം എന്ന അർത്ഥമുള്ള താവോ എന്ന വാക്കും, ഇത് രണ്ടും ചൈനീസ് വാക്കുകളാണ്. ഇവ രണ്ടും കൂടി ചേർന്നാണ് ഷിൻഡോ എന്ന പദം രൂപം കൊണ്ടത്. പ്രപഞ്ചത്തിൽ ദൈവങ്ങളുടെയും ആത്മാക്കളുടെയും സാന്നിധ്യമുണ്ട്. ഈ ശക്തികളെ കാമി അഥവാ അതീത ശക്തി എന്നാണ് അവർ വിളിക്കുന്നത്. അസാധാരണവും ഭയാനകവുമായ എന്തിനേയും കാമിയായി പരിഗണിച്ച് ആരാധിക്കുന്നു. അതായത് ദൈവത്തെ ഒരു ശക്തിയായോ അഥവാ വ്യക്തിയായോ കാണുന്നതിന് പകരം മനുഷ്യനേക്കാൾ അതീതമായ എന്തിനേയും ദൈവമായി ഷിൻഡോയിസ്റ്റുകൾ കാണുന്നു. അങ്ങനെ എല്ലാറ്റിനെയും അതിശയിക്കുന്ന അതിശക്തിയായ ഒന്നിനെയും അവർ കാണുന്നില്ലതാണ്. എന്നാൽ സ്വർഗത്തെ ഭരിക്കുന്ന അമർത്താരാസോ എന്ന സൂര്യദേവനാണ് ഇവരുടെ പ്രധാന ദൈവം. കോജിക്കി, നിഖോങ്കി എന്നിവയാണ് ഈ ഷിൻഡോയിസ്റ്റുകളുടെ വിശുദ്ധ ഗ്രന്ഥം. 2, കൺഫ്യൂഷനിസം. BC 6-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരനായ കൺഫ്യൂഷ്യസ് സ്ഥാപിച്ച മതമാണ് കൺഫ്യൂഷനിസം. പൂച്ചിങ്, സൂഷു എന്നിവയാണ് കൺഫ്യൂഷനിസത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ. ബഹുദൈവ വിശ്വാസികളാണ് ഇവരും. 5 മൗലിക സൂത്രങ്ങൾ പാലിച്ചാൽ സ്വർഗഭാഗ്യം കിട്ടുമെന്ന് കൺഫ്യൂഷനിസ്റ്റുകൾ വിശ്വസിക്കുന്നു. അതായത് അനുകമ്പ,
തെറ്റായ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ലജ്ജ, അവിജിത്യം അഥവാ പെരുമാറ്റച്ചട്ടം, നന്മതിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം, വിശ്വസ്തത എന്നിവയാണവ. 3. താവോയിസം. കൺഫ്യൂഷ്യസിന്റെ സമകാലികനായി ചൈനയിൽ ജീവിച്ചിരുന്ന ലാവോസു ആണ് ഈ മതത്തിന്റെ സ്ഥാപകൻ. ഇദ്ദേഹം രചിച്ച താവോ തെ ചിങ് ആണ് ഇവരുടെ മതഗ്രന്ഥം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആദികാരണവും അന്ത്യലക്ഷ്യവുമായ അവർണ്ണനീയമായ പരമസത്തയാണ് ദൈവം. ഈ ദൈവത്തെ മനുഷ്യബുദ്ധി കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താനാവില്ല, മറിച്ച് ദൈവം അത് സ്വയം വെളിപ്പെടുത്തണം. ഈ വെളിപാടിൽ ദൈവവും പ്രപഞ്ചവും താനും വ്യത്യസ്തമല്ല, പ്രത്യുത ഒന്നാണ് എന്ന സത്യം ഗ്രഹിക്കുന്നതാണ് മോക്ഷം. ഇവരും ബഹുദൈവ വിശ്വാസികളാണ്. 4. പാഴ്സി മതം. BC 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജീവിച്ചിരുന്ന സൊറാസ്തറാണ് പാർസി മതത്തിന്റെ സ്ഥാപകൻ. അവസ്ഥ എന്നാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം അറിയപ്പെടുന്നത്. സൊറാസ്തർക്ക് ദൈവം നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത തത്വങ്ങൾ ആണ് ഈ മതത്തിന്റെ ഉള്ളടക്കം. ഇവർ ഏകദൈവ വിശ്വാസികളാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എല്ലായിടത്തും സന്നിഹിതനാണ്. ആത്മാവ്, ശരീരം, ജീവൻ എന്നീ 3 ഘടകങ്ങളുടെ സങ്കലനമാണ് മനുഷ്യൻ. ഈ ലോകത്തിലെ പ്രവൃത്തികൾക്കനുസരിച്ച് സ്വർഗഭാഗ്യമോ നരകശിക്ഷയോ അവന് ലഭിക്കുന്നു. 5. ജൈനമതം. 24 തീർത്ഥങ്കരന്മാർ സ്ഥാപിക്കപ്പെട്ട മതമാണ് ജൈനമതം എന്ന് വിശ്വസിക്കുന്നു. അതിൽ അവസാനത്തെ തീർത്ഥങ്കരനായ വർത്തമാന മഹാവീരന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു. അദ്ദേഹം ശ്രീമത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ജൈന സൂക്തങ്ങളാണ് ഇവരുടെ വിശുദ്ധ ഗ്രന്ഥം. എല്ലാ മതത്തിലും കാണപ്പെടുന്ന ദൈവാസ്തിത്വ ചിന്ത ജൈനമതത്തിനില്ല. ദൈവത്തെ കാണാനോ ഗ്രഹിക്കുവാനോ മനുഷ്യന് സാധ്യമല്ല എന്ന് ജൈനമതക്കാർ വിശ്വസിക്കുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്താൽ ദൈവത്തെക്കുറിച്ചുള്ള ആശയം അപൂർണമായി തീരും. ധ്യാനത്തിലൂടെയും അഹിംസയിലൂടെയും കർമ്മബന്ധത്തിൽ നിന്ന് മോചനം നേടി മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ജൈനമത വിശ്വാസം. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ സദാചാരം എന്നിവയാണ് ജൈനമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. 6. ബുദ്ധമതം. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്ത്രീബുദ്ധൻ സ്ഥാപിച്ച മതമാണ് ബുദ്ധമതം. ധർമ്മപദം ആണ് ബുദ്ധമതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ആയി അറിയപ്പെടുന്നത്. ബുദ്ധന്റെ അഭിപ്രായം അനുസരിച്ച് ആഗ്രഹമാണ് ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അത് വെടിഞ്ഞാൽ, അല്ലെങ്കിൽ ആഗ്രഹം വെടിഞ്ഞാൽ ദുഃഖം മാറും. അതിനായി അഷ്ടാംഗ മാർഗങ്ങൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. ഏതൊക്കെയാണ് അഷ്ടാംഗ മാർഗങ്ങൾ? 1. ശരിയായ ജ്ഞാനം. 2. ശരിയായ ജീവിത വീക്ഷണം. 3. ശരിയായ വാക്ക്. 4. ശരിയായ കർമ്മം. 5. ശരിയായ ഉപജീവനം. 6. ശരിയായ പ്രവൃത്തി. 7. ശരിയായ ചിന്ത. 8. ശരിയായ സമാധി. ഇവ അനുഷ്ഠിച്ചാൽ മോക്ഷം പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. ബുദ്ധമതം അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. 7-ാമത്തെ മതമാണ് സിഖ് മതം. AD 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ ജീവിച്ചിരുന്ന ഗുരുനാനാക്ക് സ്ഥാപിച്ച മതമാണ് സിഖ് മതം. ഹിന്ദുമതത്തിലെയും ഇസ്ലാം മതത്തിലെയും പല ഘടകങ്ങൾ യോജിപ്പിച്ച് രൂപം നൽകിയ മതമാണ് സിഖ് മതം. ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം. ഏകദൈവ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികളാണ് സിഖ് മതക്കാർ. ദൈവം സത്യമാണ്. ഈ സാക്ഷാത്കാരത്തിനുള്ള മാർഗം ഭക്തിമാർഗമാണ്. ഹിന്ദുമതത്തിലെ ജനന, മരണ, പുനർജനന ശ്രേണിയെ സിഖ് മതവും പഠിപ്പിക്കുന്നു. ഈ ബന്ധനത്തിൽ നിന്നും മോചനം നേടി അനന്തപ്രകാശമായ ദൈവത്തിൽ ലയിക്കുന്നതാണ് മുക്തി എന്ന് സിഖ് മതം പഠിപ്പിക്കുന്നു. 8. യഹൂദമതം. യഹൂദ മതസ്ഥാപകൻ ആര് എന്ന് നമുക്ക് കൃത്യമായി പറയാനാവില്ല. അബ്രാഹമാണ് വിശ്വാസത്തിന്റെ പിതാവായി യഹൂദർ അംഗീകരിക്കുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് നയിക്കുകയും അവർക്ക് തോറ, അല്ലെങ്കിൽ നിയമപുസ്തകങ്ങൾ നൽകുകയും ചെയ്ത മോശയെ വലിയ നേതാവായി യഹൂദ വിശ്വാസികൾ കാണുന്നു. അവരുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിളിലെ പഴയ നിയമഭാഗമാണ്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതമാണ് യഹൂദമതം. ദൈവം ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെയും അതിലെ എല്ലാ സൃഷ്ടജാലങ്ങളെയും സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്നും യഹൂദമതം പഠിപ്പിക്കുന്നു. ഈ മനുഷ്യൻ പാപം ചെയ്തതുമൂലം ദൈവകോപത്തിന് ഇരയായി പർദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്തു.
ഈ രക്ഷകനെ പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ് യഹൂദ ജനം. കൂട്ടുകാരെ, നമ്മുടെ 9ാമത്തെ പാഠത്തിലെ ആദ്യത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യപ്പെട്ടത്. ഇത് നിങ്ങൾ പുസ്തകത്തിലെ ഒന്നുകൂടി വിശദമായി മനസ്സിലാക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.